ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ക്വാർട്ടറിലെ 5-ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനെ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്ക് ദൈവം സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 പാഠങ്ങളും നമുക്കൊന്നിച്ച് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അത് പ്രിയ ദൈവമക്കൾക്ക് അനുഗ്രഹമായിരുന്നു, സന്തോഷപ്രദമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതെനിക്കും വളരെ സന്തോഷകരമായ അനുഭവമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വീണ്ടും ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു. ഈ പാഠത്തിലേക്ക് പ്രീതി മക്കളെല്ലാവരെയും വലിയവനെ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന പാഠത്തിൻ്റെ തലക്കെട്ട് പെസഹ എന്നതാണ്. പെസഹ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. എങ്കിലും ഈ പാഠത്തിൽ നാം മനസ്സിലാക്കുന്ന മറ്റു ചില കാര്യങ്ങളോട് ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ പെസഹ എന്ന പെരുന്നാളിൻ്റെ വലിയ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അതെത്രമാത്രം ഒരു വലിയ ആത്മീയ അനുഭവം ഉണ്ടാക്കിയെന്നും അത് മിസ്രൈമിലെ ജീവിതത്തിൽ മിസ്രൈമിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിൽ അത് എത്രമാത്രം ഒരു അത്ഭുതം ഉളവാക്കി എന്നും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജീവത്തെ അറിയുവാനും എത്രമാത്രം അവർക്കത് കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കുന്നത് 10-ാമത്തെ അവസാനത്തെയുമായ ബാധ മിസ്രൈമിലേക്ക് വരുന്നു. അന്തിമ തീരുമാനം എടുക്കേണ്ടതായ ഒരു നിർണായക സന്ദർഭത്തിൽ ഫറവോനും അതുപോലെ തൻ്റെ സഹായികളും ഉദ്യോഗസ്ഥന്മാരും വന്നു ചേർന്നിരിക്കുന്നു. ഒരു ജനതയുടെ മുഴുവൻ ജീവനെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നിന്ന് തീരുമാനങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വലിയ സന്ദർഭമായിട്ട് ഈ സന്ദർഭത്തെ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ കാണുന്നു. നിരവധി ആൾക്കാരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവസ്ഥയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഫറവോൻ്റെ മേൽ കടന്നു വരുമ്പോൾ ഫറവോൻ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ആ ജനതയെ ബാധിക്കുന്നത്, അവരുടെ ജീവിതത്തെ ബാധിക്കുവാൻ പോകുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇതൊരു വലിയ ഭാരം, ഒരു വലിയ ഉത്തരവാദിത്വം ഫറവോൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും മേൽ ഏൽപ്പിക്കുമ്പോൾ എന്ത് തീരുമാനത്തിലാണ് അവർ കടന്നു വരുന്നത്, എന്ത് തീരുമാനമാണ് ഫറവോൻ കൈക്കൊള്ളുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെ സാഹചര്യങ്ങൾ നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ, ഭാരം നമ്മുടെ മേൽ കൊണ്ടുവരുമ്പോൾ നാം എന്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും, എന്ത് തീരുമാനങ്ങളിലേക്ക് നമ്മളെ അത് വഴി നടത്താൻ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. അപ്പോൾ ഈ നമുക്ക് ഇന്നത്തെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളാണ്. നമ്മളോട് അതിങ്ങനെ പറയുന്നു: ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, യഹോവ മിസ്രൈമിനെ ദണ്ഡിപ്പിച്ചപ്പോൾ മിസ്രൈമിലെ ഇസ്രായേൽ മക്കളുടെ വീടുകളെ വിട്ട് ഒഴിഞ്ഞ് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ ആവുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം എന്ന് മനഃപ്പാഠവാക്യം നമ്മോട് പറയുമ്പോൾ, ഈ പാഠത്തിൽ തന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദീപം കൈമാറുന്നു, അല്ലെങ്കിൽ പ്രകാശം കൈമാറുന്നു, അല്ലെങ്കിൽ വെളിച്ചം കൈമാറുന്നു എന്നൊരു ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ചിന്തയാണ് ഈ മനഃപ്പാഠവാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ല ദൈവമേ, തിരുനാമത്തിനായി നന്ദിയുടെ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വീണ്ടും അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്ന ഈ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ഇത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാ കർത്താവെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കൃപയും കരുണയും കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ നന്മകളാൽ അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷമുള്ളവരായി ദൈവജനം പഠിച്ചുകൊണ്ട്
പ്രത്യാശയിൽ നിലനിൽപ്പാൻ മക്കളെ ഇവിടെ നിൽക്കണം. മാനമത കഥ വന്നെടുക്കണം. എല്ലാവരുടെയും ആജീവന സന്ദേശം ചോദിക്കുമ്പോൾ കൂടെ നല്ല ദൈവമേ, ആമേൻ. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ബാധ കൂടി എന്ന് കൊടുത്തിരിക്കുന്ന ആ ഭാഗം നമുക്ക് കാണാം. ജൂലൈ 27 ഞായറാഴ്ച ഭാഗം. ദൈവമേ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രവാചകനായ ആമോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഗൗരവമേറിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ അവസാനത്തെ ബാധ ഇത് മിസ്രൈമിലേക്ക് അയക്കുന്നതിന് മുമ്പ് ആ ബാധയുടെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം മോശയ്ക്ക് അറിയാമായിരുന്നു. അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദന തീർച്ചയായിട്ടും അത് മോശയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ബാധകൾക്കൊക്കെയും കാരണം എന്ന് പറയുന്നത് ഫറവോൻ്റെ അഹങ്കാരം, മിസ്രൈമിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്കെതിരെയുള്ള ചൂഷണം, അക്രമം, വിഗ്രഹാരാധന, ഇതൊക്കെ ആണ് തീർച്ചയായിട്ടും ഈ ബാധകളൊക്കെ മിസ്രൈമിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്, അല്ലെങ്കിൽ മിസ്രൈമിൽ വരുവാൻ ഇടയായി തീർന്നത്. ഇവയ്ക്കെതിരെയുള്ളൊരു ന്യായവിധി ആയിരുന്നു ഈ ബാധകൾ എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 3 ദിവസത്തെ അന്ധകാരം അല്ലെങ്കിൽ കൂരിരുട്ട് മിസ്രൈമിനെ മൂടിയപ്പോൾ ഇനി മുൻപോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു അവസരം നൽകുവാനാണ് ആ ഒരു അനുഭവം ദൈവം ഫറവോനും അതുപോലെ മിസ്രൈമിലെ ജനങ്ങൾക്കും നൽകിയത് എന്ന് നമുക്ക് അറിയാം. അപ്പം അതിനുശേഷവും ഫറവോൻ്റെ തീരുമാനങ്ങളിലും ഫറവോൻ്റെ അല്ലെങ്കിൽ മനസ്സിനും മാറ്റം ഉണ്ടായില്ല, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മോശ മഹാകോപത്തോടെ ഫറവോനെ വിട്ടുപോയി എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മോശ വളരെ കോപത്തോടെ ഫറവോനെ വിട്ടുപോകുവാൻ കാരണം? കാരണം 10ാമത്തെ ബാധ എത്ര കഠിനമായിരിക്കും, എത്ര വേദനാജനകമായിരിക്കും, അത് മിസ്രൈമിലെ ജനത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അത് അല്ലെങ്കിൽ അത് ബാധിക്കപ്പെടും എന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ഫറവോൻ്റെ ഹൃദയകാഠിന്യം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം നീതിമാനാണ് എന്ന് നാം പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്കതറിയാം. ആ നീതിമാനായ ദൈവം ഒരിക്കലും അനീതി, വിവേചനം, അഹങ്കാരം, ചൂഷണം, ക്രൂരത, സ്വാർത്ഥത ഇവയ്ക്കൊന്നും കൂട്ടുനിൽക്കുകയോ ഇവയ്ക്ക് അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം കൈക്കൊള്ളുകയോ ചെയ്യുന്ന ദൈവമല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം. മാത്രമല്ല അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ സംഭവങ്ങളും ഒരു അനുഭവങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ കൺമുമ്പിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയായ കാര്യമായിരുന്നോ എന്ന് മാനുഷിക ബുദ്ധിയിൽ നാം ചിന്തിക്കാൻ പറയാമെന്നുണ്ടെങ്കിലും ദൈവത്തിന് അത് നീതി ആണ് എന്ന് മനസ്സിലാകുകയും ആ നീതി ന്യായവും മാത്രമാണ് ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അനീതിപരമായ അല്ലെങ്കിൽ വിഭജനപരമായ അല്ലെങ്കിൽ ചൂഷണങ്ങൾ, അക്രമം, അഹങ്കാരം, വിഗ്രഹാരാധന, അതുപോലെ കള്ളത്തരം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ദൈവം ഒരിക്കലും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവരെ ദൈവം ഒരിക്കലും സഹായിക്കുകയോ ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. മാത്രമല്ല ഉപദ്രവിക്കപ്പെടുന്ന ജനങ്ങൾ, പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ, ഉപേക്ഷിക്കപ്പെടുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ നിരാലംബരായ ജനങ്ങളെ ചേർത്ത് നിർത്തുവാനും അവരെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുവാനും അവരെ സഹായിക്കുവാനും എപ്പോഴും യഹോവ അവരുടെ പക്ഷത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭേദഭാഗം എന്ന് പറയുന്നത് മീഖയുടെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: നീതി പ്രവർത്തിക്കുക, കരുണയെ സ്നേഹിക്കുക, നിങ്ങൾ ദൈവത്തോടൊപ്പം താഴ്മയോടെ നടക്കുക എന്നതിലുപരിയായിട്ട് ഞാൻ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കരുണ കാണിക്കുക, അല്ലെങ്കിൽ കരുണയെ സ്നേഹിക്കുക, നീതി പ്രവർത്തിക്കുക, താഴ്മയോടെ നടക്കുക. അപ്പോൾ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഏറ്റവും അഭിലഷണീയമായ, ഏറ്റവും അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങൾ
മുൻപിൽ നിൽക്കുന്ന കാര്യമാണ് ഇത്. അപ്പം നീതി, ന്യായം, സ്നേഹം, ക്ഷമ, താഴ്മ, ഇത് തീർച്ചയായിട്ടും നമ്മിലുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയും അവിടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കൃപ ഉണ്ടാകുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ബാധ കൂടി അല്ലെങ്കിൽ 10ാമത്തെ ബാധ കൂടി മിസ്രൈമിൻ്റെ മേൽ വരുവാൻ ഇടയായി തീർന്നത് മറ്റൊന്നുമല്ല, അത് ആ മിസ്രൈമിൽ നിലനിന്ന ഈ പറഞ്ഞിട്ടുള്ള പക്ഷപാതം അല്ലെങ്കിൽ അക്രമം അല്ലെങ്കിൽ വിഗ്രഹാരാധന, ചൂഷണം, ക്രൂരത, അതുപോലെ അഹങ്കാരം, ഇതൊക്കെ ഈ മിസ്രൈമിന്മേൽ 9 ബാധകൾ വരുവാനും 9 ബാധ അയച്ചിട്ടും ഒരു മാറ്റവും അവരുടെ അല്ലെങ്കിൽ പ്രവൃത്തികൾക്കോ വിശ്വാസത്തിനോ ചിന്താഗതിക്കോ തീരുമാനത്തിനോ ഉണ്ടാവാതെ വന്നപ്പോഴാണ് 10ാമത്തെ ബാധ കൂടി മിസ്രൈമിൽ അയക്കുവാൻ അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചത് അല്ലെങ്കിൽ ദൈവം ഇടയായത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ജൂലൈ 28 തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ പെസഹ പെരുന്നാൾ അല്ലേ. അപ്പോൾ പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പെടൽ, ആ വിടുതൽ അല്ലെങ്കിൽ ആ ഒരുക്കം, അല്ലെങ്കിൽ അവിടുന്നുള്ള അല്ലെങ്കിൽ മടങ്ങിയുള്ള യാത്ര അല്ലെങ്കിൽ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര, ആ ആഘോഷമാണെങ്കിൽ ആ ഒരു പുറപ്പാടാണ് ആ ഒരു വലിയ ആഘോഷമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കുവാനും ഓർമ്മിക്കപ്പെടുവാനും തലമുറയായിട്ട് അല്ലെങ്കിൽ പകർന്നു നൽകുവാനുമുള്ള പെസഹ എന്ന് പറയുന്ന പെരുന്നാൾ. അപ്പോൾ മിസ്രൈമിൽ നിന്ന് എങ്ങനെ ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ ഇറങ്ങി പുറപ്പെടണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം ദൈവം മോശയ്ക്ക് നൽകി, അല്ലെങ്കിൽ മോശ മുഖാന്തരം നൽകി. പ്രത്യേകിച്ച് പ്രായമായവർ, ചെറിയ കുട്ടികളുള്ള അമ്മമാര്, മൃഗങ്ങൾ, അതുപോലെ രോഗമുള്ളവരെയൊക്കെ എങ്ങനെ അല്ലെങ്കിൽ സംരക്ഷിക്കുകയും കരുതുകയും സഹായിക്കുകയും അവരെങ്ങനെ പോകണം എന്ന്, അവരെ എങ്ങനെ ക്രമീകരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായ നിർദ്ദേശം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളെ വീണ്ടെടുക്കുവാൻ പോകുന്ന ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ഈ പെസഹ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തങ്ങളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും നുകത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ പോകുന്ന ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കുക അല്ലെ. അതങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം ആ ജനം ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ പെസഹ ആഘോഷിച്ചതും പെസഹ കൊണ്ടാടിയതും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാം പഠിച്ചിട്ടുള്ളതുപോലെ ഓരോ കുടുംബവും ഓരോ കുഞ്ഞാടിനെ, അല്ലെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഊനമില്ലാത്ത ആടുകളെ എടുക്കണം, അതിനെ യാഗം അർപ്പിക്കണം. എല്ലാവരും ആ യാഗമൃഗത്തിൻ്റെ അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കണം. അത് വീണ്ടും മീതി വരുന്നുവെങ്കിൽ മറ്റുള്ള കുടുംബങ്ങളെയും ചേർത്ത് അത് ഭക്ഷിച്ച് തീർക്കണം. അപ്പം എല്ലാവരും ഈ ഒരു യാഗത്തിൽ പങ്കുകൊണ്ട് ആ യാഗത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗം അല്ലെങ്കിൽ ആ യാഗമൃഗത്തെ അവർ ഭക്ഷിച്ച് പൂർണ്ണമായിട്ടും അത് തീർത്ത് ഒരു പൂർണ്ണ വിടുതലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അവർക്ക് കടന്നു വരുവാനും മാത്രമല്ല, എല്ലാ വർഷവും ഈ ഒരു പുറപ്പാടിൻ്റെ ഉത്സവമായ പെസഹ ആഘോഷിക്കണം എന്ന് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ മുൻകാല സംഭവത്തിൻ്റെ ഓർമ്മയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ യാഥാർത്ഥ്യമാക്കൽ കൂടിയായിരുന്നു പെസഹ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനുള്ള അല്ലെ പുറപ്പെടുവിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ആഘോഷമായിട്ട് പെസഹ കൊണ്ടാടുന്നു മാത്രമല്ല, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി എന്താകുന്നു എന്ന് വരും തലമുറയ്ക്കും മനസ്സിലാക്കി കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കേണ്ട, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കേണ്ട, വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഇസ്രായേൽ ജനത്തിന് ദൈവം ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ജീവന്റെയും രക്ഷയുടെയും അടയാളമായ കുഞ്ഞാടിൻ്റെ രക്തം അല്ലെങ്കിൽ ഓരോ കുടുംബവും തിരഞ്ഞെടുക്കുന്ന
ഊനമില്ലാത്ത ആടിനെ യാഗം കഴിച്ച് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ 10ാമത്തെ ബാധയായ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായിട്ടുള്ള ഒരു കുടുംബങ്ങളിലും സംഹാരം ഉണ്ടാകുകയില്ല. അതിൽ നിന്ന് ആ കുടുംബത്തിനും ആ ജനത്തിനും ഒഴിവ് ലഭിക്കുകയും സംരക്ഷണം ലഭിക്കുകയും അങ്ങനെ സംഹാരൻ അവരെ വിട്ട് കടന്നു പോവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ യാഗമൃഗത്തിൻ്റെ രക്തം അടയാളമായി കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ അതൊരു വീണ്ടെടുപ്പിൻ്റെ വിടുതലിൻ്റെ ഒരു അടയാളമായിട്ട് മാറുകയും അങ്ങനെ പെസഹ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദേശീയ ഉത്സവവും അവരുടെ ദേശീയതയും മാത്രമല്ല, മതപരമായ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിട്ടും ഈ പെസഹ മാറി എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ പെസഹ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു എന്ന യാഗമില്ലാത്ത ഊനമില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടതിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്കങ്ങനെ സാധിച്ചു എന്ന് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു അർത്ഥത്തിലേക്ക് കൂടി ഇത് മാറുമ്പോഴാണ് പെസഹ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മാത്രം ഒരു ഉത്സവം ആഘോഷമായിരുന്നില്ല. ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും അന്ന് എങ്ങനെ ഇസ്രായേൽ ഈ പെസഹ ആഘോഷിച്ചു അല്ലെങ്കിൽ ആ പെസഹ കൊണ്ടാടി അതുപോലെ കൊണ്ടാടുവാൻ അതുപോലെ ആഘോഷിക്കുവാൻ നമുക്കും അല്ലെങ്കിൽ ആ തുല്യമായ അവസരവും അവകാശവും പ്രാധാന്യമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മൾ പെസഹ പെരുന്നാളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പെസഹ ആഘോഷത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ജൂലൈ 29 ചൊവ്വാഴ്ച ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ബലിയർപ്പിക്കപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ യാഗമർപ്പിക്കപ്പെട്ട കുഞ്ഞാൻ രക്തം ഈ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത്? ഈ യാഗമൃഗത്തിൻ്റെ രക്തം. ഈ യാഗമൃഗത്തിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ പാവമില്ലാത്ത രക്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ അനുഭവം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ യാഗം തന്നെയാണ് ഈ പെസഹയിലെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് പെസഹ ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ യാഗമൃഗത്തിൻ്റെ രക്തം മാത്രമല്ല, അത് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ ഉണ്ടാവുന്ന രക്ഷയുടെ അനുഭവം അല്ലെ, സംഹാരകന്റെ അല്ലെങ്കിൽ അതിൽ ആ സംഹാരകനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കുവാനുള്ള ആ ഒരു അവസരം. അപ്പോൾ പെസഹ ആഘോഷിക്കുന്നവർ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടുകളുടെ കട്ടിളപ്പരമേലും അല്ലെങ്കിൽ കുറുമ്പടിമേലും പുരട്ടണം. ഇത് കളങ്കമില്ലാത്ത ഊനമില്ലാത്ത കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു കുഞ്ഞാടിൻ്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, ഈ സുവിശേഷം എന്ന് പറയുന്നത് മുഴുവനും ഈ പെസഹയുടെ അനുഭവം തന്നെയാണ് അല്ലേ. കാരണം നമുക്കറിയാം, നാം സുവിശേഷങ്ങൾ പഠിക്കുന്നത്, സുവിശേഷങ്ങൾ വായിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, തൻ്റെ സുവിശേഷീകരണം, തൻ്റെ കാൽവരി യാഗം, തൻ്റെ ഉയിർപ്പ്, തൻ്റെ വാഗ്ദത്തം, തൻ്റെ വീണ്ടും വരവ്. അപ്പം ഈ പെസഹ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതികരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ അല്ലെങ്കിൽ യാഗമാകുന്നുവെങ്കിൽ സുവിശേഷം മുഴുവനും പ്രതിപാദിക്കുന്നതും ഈ പെസഹ തന്നെയാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് തലേന്ന് അവര് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഈ പുളിപ്പില്ലാത്ത എന്തുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിക്കുവാൻ കാരണം പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ പാപത്തെ പ്രതികരിക്കുന്നു നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പം പ്രതികരിക്കുന്നത് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തെ പ്രതികരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു നാളും അല്ലെങ്കിൽ മരിക്കയില്ല. അപ്പം പെസഹ എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നു. പെസഹ ആഘോഷം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ എത്രമാത്രം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ, വിടുതലിൻ്റെ, പാപവിമോചനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു അനുഭവമാണ് പെസഹ
നൽകിയത് എന്ന് ചിന്തിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലും ഈ പെസഹ അനുഭവം നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷാ പദ്ധതിയിലും കർത്താവ് യേശുക്രിസ്തു നമുക്കൊരുക്കുന്ന ആ നിത്യ ഭവനത്തിലും എത്തുവാനുള്ള ആകാംക്ഷ നമുക്ക്, പ്രത്യാശ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഇത് ഇസ്രായേൽ ജനം തൻ്റെ മക്കളോട്, അല്ലെ ഇസ്രായേലിലെ ജനങ്ങൾ തൻ്റെ മക്കളോട് അത് പറഞ്ഞു കൊടുക്കണം എന്ന് അവിടെ ദൈവം വളരെ കർശനമായിട്ട് മോശെ മുഖാന്തരം അരുളി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്ന ജൂലൈ 30 നമ്മൾ കാണുന്ന ദീപം കൈമാറുന്നു എന്ന തലക്കെട്ടോടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ സങ്കീർത്തനം 145 4 വാക്യം പറയുന്നത്, തലമുറ തലമുറയോട് നിന്റെ പ്രവൃത്തികളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അല്ലെങ്കിൽ പ്രവൃത്തികൾ, വലിയ അല്ലെങ്കിൽ നടത്തിപ്പ്, വിടുതൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കാവൽ, ഇതൊക്കെ തീർച്ചയായിട്ടും നാം അടുത്ത തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ മറ്റുള്ളവർക്കറിയാം, അവർ കേൾക്കുന്നു, അല്ലെ വായിക്കുന്നു, അല്ലെങ്കിൽ പള്ളികളിൽ പോയി അവർ ഇതൊക്കെ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാമെങ്കിലും നമുക്ക് ധാർമ്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഉള്ളത് ദൈവത്തെ സംബന്ധിച്ച് എന്താണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്, ആ ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രമാത്രമുണ്ട്, ആ ദൈവിക അനുഭവത്തിൽ നമ്മൾ എത്രമാത്രം മുൻപോട്ട് ജീവിക്കുന്നു എന്ന കാര്യം, നമുക്ക് എന്താണ് നമുക്ക് വിശ്വാസമായി തോന്നുന്നതും എന്താണ് നമുക്ക് അനുഭവമായി മാറുന്നതും, അത് നമ്മുടെ മക്കളോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മോശെ മുഖാന്തരം ദൈവം യഹോവ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിലെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നവരുടെ മാതാപിതാക്കൾ തന്നെ ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന വലിയ ദൗത്യം എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവർ എങ്ങനെയാണ് മിസ്രൈമിൽ അടിമകളായി പോകുവാൻ കാരണം, ആ മിസ്രൈമിലെ ജീവിതം അവർക്ക് എത്രമാത്രം അല്ലെങ്കിൽ അവരെ കഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പീഡനങ്ങളിലേക്കും നയിച്ചുവെന്നും എത്രമാത്രം ദുരിതം അനുഭവിച്ചാണ് അവർ ആ മിസ്രൈമിൽ കഴിഞ്ഞതെന്നും ഫറവോനും അതുപോലെ ഫറവോൻ ഇസ്രായേൽ ജനത്തിന്റെ മേൽ ആക്കി വെച്ച ഊഴിയ വിചാരകന്മാരും എത്രമാത്രം അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തുകയും പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ ദുർബലരാക്കുകയും ചെയ്തു എന്നും മാത്രമല്ല, ഇസ്രായേൽ ജനത്തിലെ ആദിയാതന്മാരെ കൊന്നു കളയുവാനുള്ള അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുവാനുള്ള തീരുമാനം അടക്കം ഫറവോൻ എത്രമാത്രം ഈ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാനും അവരെ വളരാതിരിക്കുവാനും അവരുടെ ജനസംഖ്യ കൂടാതിരിക്കുവാനുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി നിന്നുവെന്നും ഇത്തരം അവസ്ഥകൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കഷ്ടവും വേദനയും പ്രയാസവും നിന്ദയും പഴിയുമൊക്കെ ഉപദ്രവം കേട്ട് ശാരീരമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അവർ നിലവിളിച്ചു എന്നും അവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടുവെന്നും അവരോട് മനസ്സലിഞ്ഞ് അവരോട് കരുണ തോന്നിക്കൊണ്ട് ദൈവം മോശെ എന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് മിസ്രൈമിൻ്റെ ഈ വലിയ പീഡനങ്ങളിൽ നിന്ന്, വലിയ അക്രമത്തിൽ നിന്ന്, ഈ വലിയ വിവേചനത്തിൽ നിന്ന്, ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാനും വിട്ടയക്കുവാനും തീരുമാനം അല്ലെങ്കിൽ എടുക്കുകയും അതിന് പ്രകാരം മോശെ എന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനിലൂടെ ദൈവം ആരാകുന്നു എന്നും മിസ്രൈമിലെ വിഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ആ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ മിസ്രൈം ജനത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവർക്ക് ഉപകാരമായിട്ട് അല്ലെങ്കിൽ പ്രയോജനമായിട്ട് സഹായമായിട്ട് ചെയ്യാൻ കഴിഞ്ഞോ എന്നും ആ വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ അർത്ഥശൂന്യത മിസ്രൈമിലെ ജനത്തിന് മാത്രമല്ല യഹോവയായ ദൈവം എത്രമാത്രം വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ദേവന്മാരെ ന്യായം വിധിക്കുന്നു എന്ന്
ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അതുകൊണ്ട് തന്നെ യഹോവയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ മോശയുടെ കീഴിൽ അവർക്ക് കഴിഞ്ഞുവെന്നും ആ ഇറങ്ങി പുറപ്പെടലിന്റെ അനുഭവമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് അതിൻ്റെ ആ സംഭവമാണ് പെസഹ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എല്ലാ ഇസ്രയേല്യ അല്ലെങ്കിൽ പൗരന്മാരും അല്ലെങ്കിൽ എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളും ഈ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിടുതലിലൂടെ കർത്താവിൻ്റെ അല്ലെങ്കിൽ മക്കളായിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് മാറുമ്പോൾ ഈ ഒരു ചരിത്രം, ഈ ഒരു കാര്യം ഇസ്രയേൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അവരോരോരുത്തരും അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അനന്തര തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുത്തതുപോലെ നാം ഓരോരുത്തരും നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം എത്രമാത്രമാണെന്നും ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തുവെന്നും അല്ലെങ്കിൽ നാം അനുഭവിക്കുന്നുവെന്നും വ്യക്തമായിട്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നീട്ടിയ ഭുജത്താലും ബലമുള്ള കൈകളാലും യഹോവ തങ്ങളെ എങ്ങനെ വഴി നടത്തിയെന്നും എങ്ങനെ ആ മിസ്രൈമിന്റെ അടിമത്തത്തിൽ ഞങ്ങളെ വിടുവിച്ചുവെന്നും എങ്ങനെ ചെങ്കടൽ പിളർത്തി ആ ജനത്തെ ഇക്കരെ കയറ്റിയെന്നും എങ്ങനെ കയ്പുള്ള വെള്ളം മധുരമുള്ളതാക്കി തീർത്തുവെന്നും എങ്ങനെ അവർക്ക് മന്ന ഭക്ഷിപ്പാൻ കൊടുത്തുവെന്നും അങ്ങനെ നിരവധി കാര്യങ്ങൾ അവരനുഭവിച്ചത് തൻ്റെ മക്കളോട് പറയുമ്പോൾ ഈ യഹോവ എത്ര വലിയ ദൈവമാകുന്നുവെന്നും അല്ലെങ്കിൽ യഹോവ മറ്റെല്ലാ ദേവന്മാരെക്കാട്ടിലും അല്ലെങ്കിൽ മഹത്വമുള്ള ദൈവമാകുന്നുവെന്നും തിരിച്ചറിയുവാനും ആ യഹോവയുടെ സ്നേഹത്തിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്കും അനന്തര തലമുറയ്ക്കും കഴിയുന്ന തരത്തിൽ നാം അവരെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തേണ്ട, പ്രത്യാശയിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഇസ്രായേൽ ജനത്തോട് യഹോവ പറഞ്ഞതുപോലെ തന്നെ നാം ഓരോരുത്തരും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവിക ന്യായവിധിയെക്കുറിച്ച് ജൂലൈ 31 വ്യാഴാഴ്ച അവസാനത്തെ ബാധ മിസ്രൈമിന്മേൽ കടന്നു വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം എല്ലാ മിസ്രൈമ ദേവന്മാർക്കും അതുപോലെ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കുമേലുള്ള ഒരു ന്യായവിധിയായിട്ടാണ് 10ാമത്തെ ബാധ മിസ്രൈമിന്മേൽ അല്ലെങ്കിൽ ദൈവം അയക്കുന്നത്. അപ്പോൾ 9 ബാധകൾ അയച്ചിട്ടും 9 ബാധകൾ ഉണ്ടാക്കിയതായ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടിട്ടും ഫറവോനോ അല്ലെങ്കിൽ ഫറവോന്റെ കൂടെ ഉണ്ടായിരുന്ന സഹായികളോ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോ അവരുടെ അല്ലെങ്കിൽ ഫറവോന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാനും ഫറവോന്റെ അഹങ്കാരത്തിൽ നിന്ന് അവനെ പിന്മാറ്റുവാനും അവന്റെ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് അവനെ അല്ലെങ്കിൽ മാറി ചിന്തിക്കുവാനും കഴിയാത്തത് കൊണ്ടും ഫറവോൻ ഒരു ദേവനാണെങ്കിൽ ദൈവമാണ് എന്ന ചിന്തയിൽ വീണ്ടും തുടരുമ്പോൾ മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുവാനും മറ്റൊരു ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ അടിയറ വയ്ക്കുവാനും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് ജീവിക്കുമ്പോൾ അതിന്മേലൊക്കെ ഉള്ള ഒരു ന്യായവിധിയായിട്ടാണ് ദൈവം 10ാമത്തെ ബാധ മിസ്രൈമിന്മേൽ അയക്കുന്നത്. അപ്പോൾ മുൻബാധകൾ മിസ്രൈമിൽ ബാധിച്ചപ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങൾക്കോ വ്യാജ ദേവന്മാർക്കോ ദേവതകൾക്കോ ഒന്നും ചെയ്യുവാൻ സാധിക്കാതിരുന്നത് പോലെ തന്നെ ഈ 10ാമത്തെ ബാധയിലും അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് കാണുന്നുണ്ട്. ഇപ്പം എല്ലാ മിസ്രൈം കുടുംബങ്ങളിലെയും അഹങ്കാരം അവിടെ അസ്തമിച്ചു എന്നും വിലാപങ്ങളും നിലവിളികളും അന്തരീക്ഷത്തിൽ നിറഞ്ഞുവെന്നും വിളറിയ മുഖങ്ങളും തളർന്ന ഹൃദയവും ഭാരമേറിയ അല്ലെങ്കിൽ മനസ്സുകളുമായിട്ട് മിസ്രൈമിലെ ജനങ്ങൾ മാറിയെന്നും സഹോദരി വൈറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഫറവോന്റെ ആദിജാതനെ അവരുടെ ദൈവത്തിൻ്റെ മകനായിട്ട് കണക്കാക്കിയിരുന്നു. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചിന്തിച്ചതുപോലെ കുട്ടികളെ സംരക്ഷിക്കുന്ന ദേവതയായിരുന്നു ഐസിസ്. അതുപോലെ പ്രസവ സമയത്ത് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ദേവതയായിരുന്നു ഹെക്കൈറ്റ്. അപ്പൊ ഈ ദേവതകൾ 2 പേരുണ്ടായിട്ടും ദൈവം തൻ്റെ 10ാമത്തെ ബാധയായ
കടിഞ്ഞൂൽ സംഹാരം ഇസ്രയേലിൽ കടന്നു വന്നപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുന്ന ദേവതയായ ഐസിസിനോ, സ്ത്രീകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ പ്രസവ സമയത്ത് സംരക്ഷിക്കുന്ന ദേവതയായ ഹൈക്കേറ്റിനോ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനെ തടയുവാനോ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ അത് മിസ്രയീം ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ വരാതിരിക്കുവാനോ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ഈ സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ, കണ്ടു കഴിയുമ്പോൾ മോശയുടെ അമ്മായിയപ്പനായ മിദ്യാനിലെ പുരോഹിതന് സാക്ഷ്യപ്പെടുത്തുന്നത് യഹോവ സകല ദേവന്മാരിലും വലിയവനാണെന്ന് ഇപ്പോൾ എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 18-11 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്ര സാക്ഷ്യപ്പെടുത്തുന്ന ഈ ഒരു വലിയ കാര്യം ഇതുവരെയും ഫറവോനോ അല്ലെങ്കിൽ ഫറവോന്റെ സഹായികൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. അത് മറ്റ് ബാധകളെപ്പോലെ മോശ പ്രാർത്ഥിച്ചു, അത് ഒഴിഞ്ഞുപോയി, പിന്നെ കുഴപ്പമില്ല. വീണ്ടും അത് ആവർത്തിച്ച് ഹൃദയം കഠിനമാക്കിക്കൊണ്ട് തൻ്റെ മുൻ തീരുമാനങ്ങളിൽ മുൻപോട്ട് പോകുന്ന ഫറവോന്റെ തീരുമാനമനുസരിച്ച് അങ്ങനെ പോകും എന്നൊരു പക്ഷേ ഫറവോൻ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന് നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇസ്രയേലിനെ ദുർബലപ്പെടുത്തുവാനും അല്ലെ കീഴടക്കുവാനും അപമാനിക്കുവാനും അവരുടെ പുതിയ തലമുറയെ നശിപ്പിക്കുവാനും ഇസ്രയേലിലെ നവജാത പുത്രന്മാരെ കൊന്നുകളയുവാനുള്ള ഫറവോന്റെ കൽപ്പന നാം ഇവിടെ ഓർക്കുകയാണ്. ഇപ്പോ മിസ്രയീമിലെ സകല ആദിജാതന്മാരെയും സംഹരിച്ചു കളയുന്നൊരു തീരുമാനം യഹോവ എടുക്കുമ്പോൾ ഫറവോൻ എടുത്ത അല്ലെങ്കിൽ ഫറവോൻ നൽകിയ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിൽ നിന്ന്, പക്ഷേ നമുക്കറിയാം ആ അവസ്ഥയിൽ നിന്നാണ് മോശ ഈ ജനത്തെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവം സംരക്ഷിച്ചു, കരുതി, പരിപാലിച്ചു, വളർത്തി, പരിശീലിപ്പിച്ചു, ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രവൃത്തികളിലെ വ്യത്യാസം നമ്മളൊന്ന് കാണുക മാത്രമല്ല, ഇവിടെ നാം പറയുന്നത് നാം എന്ത് വിതയ്ക്കുന്നു അത് നാം കൊയ്യും. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? അതൊരു സാധാരണ ഒരു സംസാരം പോലെ നമ്മൾ പലപ്പോഴും പറയണ്ടല്ലേ, വിതയ്ക്കുന്നത് കൊയ്യും. അതൊരു നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നൊരു പ്രസ്താവനയല്ല. അപ്പൊ നാം എന്ത് വിതയ്ക്കുന്നു അത് നാം കൊയ്യും. കാരണം അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. നാം വിതയ്ക്കുന്നത് നമുക്ക് കൊയ്യാൻ കഴിയും. അപ്പൊ നാം എന്ത് വിതയ്ക്കുന്നു, അല്ലെ നമുക്ക് എന്ത് കൊയ്യാൻ ഉണ്ടാവണം, അല്ലെ നാം എന്ത് കൊയ്യാൻ ആഗ്രഹിക്കുന്നു, അത് ചിന്തിച്ച് മനസ്സിലാക്കി വേണം നാം വിതയ്ക്കുവാൻ അല്ലെങ്കിൽ വിതയ്ക്കുന്നത് അല്ലെങ്കിൽ വിതയ്ക്കുവാൻ തുടങ്ങാൻ. അപ്പോൾ തെറ്റായ പ്രവൃത്തികളുടെ അനന്തരഫലം എന്ന് പറയുന്നത് നാം മാത്രമായിരിക്കില്ല, മറ്റുള്ളവരും മാത്രമല്ല നിരപരാധികൾ പോലും അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നത് സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാം ചെയ്യുന്ന പ്രവൃത്തികളും നാം എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ള ജീവിതത്തിലും അത് പ്രത്യാഘാതം അല്ലെങ്കിൽ അനന്തരഫലം ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നന്നായി ഇരിപ്പാനും നാം വിതയ്ക്കുന്നത് നല്ലതായിരിക്കാനും അത് നാം നല്ലത് വിതച്ച് നല്ലത് കൊയ്ത് നല്ലത് ശേഖരിച്ച് വെച്ച് സന്തോഷമായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കാനും നമ്മുടെ തീരുമാനങ്ങൾ നന്നായിരിക്കാനും അല്ലെ നമ്മുടെ ചിന്തകൾ നന്നായിരിക്കാനും നമ്മുടെ ധാരണകൾ നന്നായിരിക്കാനും തീർച്ചയായിട്ടും നാം ശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ 10ാമത്തെ ബാധ ഫറവോന്റെ അഹങ്കാരത്തിന്മേലും അവിടുത്തെ വ്യാജ ദേവന്മാരുടെ മേലിലും ഇതിനെ വിശ്വസിച്ചിരുന്ന ജനത്തിന് മേലിലും വലിയ ഒരു ന്യായവിധിയായിട്ട് കടന്നു വന്നപ്പോൾ ദൈവജനത്തിൻ്റെ മക്കൾക്ക് വിടുതലിൻ്റെ ഒരു പെസഹ ആഘോഷിക്കപ്പെടുവാനും ആ പാപ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അടിമ ജീവിതത്തിൽ നിന്ന്
അവർക്ക് വിടുതൽ ഉണ്ടാകുവാനും ഇടയായിത്തീർന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ പാപലോകത്തിൽ ഈ സാത്താൻ്റെ നിയന്ത്രണത്തിലുള്ള മിസ്രയീമിൽ നിന്ന് നാം ജീവിക്കുമ്പോൾ നാമും ഇതുപോലെ ഒരു പുറപ്പാടിൻ്റെ അല്ലെങ്കിൽ ഒരു വിടുതലിൻ്റെ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം പഠിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മളെ അതിനായിട്ട് സജ്ജരാക്കുവാനും ഒരുക്കുവാനും സ്വർഗത്തിൽ വലിയ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഇവിടെ ഉപസംഹരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കണ്ടുമുട്ടുന്ന സമയം വരെയും ദൈവം തൻ്റെ വിശാലമേറിയ ചെറിയൻ്റെ മറവിൽ നമ്മൾ ഓരോരുത്തരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് നിലനിൽപ്പാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, അടിയങ്ങൾ കർത്താവ് ഇന്ന് ഈ ആഴ്ചയിൽ പഠിച്ച പാഠങ്ങൾ എന്താണ് എന്നടിയങ്ങൾ ഹൃദയത്തിൽ വീണ്ടും ചിന്തിപ്പാനും ആലോചിക്കുവാനും, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പെസഹ എന്തായിരുന്നുവെന്നും അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നുവെന്നും അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അനുഭവം എന്തായിരുന്നുവെന്നും അത് എത്രമാത്രം ശക്തിയുള്ള ഒരു സാക്ഷീകരണമായിട്ട് അടുത്ത തലമുറയ്ക്ക് നൽകപ്പെടുവാൻ അതിടയായി തീർന്നുവെന്നും, സുവിശേഷം ഘോഷിക്കുന്ന പെസഹ കർത്താവ് യേശു ക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ കാൽവരിക്കുരിശിലെ യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ പാവമില്ലാത്ത രക്തം അടിയങ്ങളുടെ വിടുതലിന്, അടിയങ്ങളുടെ രക്ഷയ്ക്കും മുഖാന്തരമായി തീർന്ന് അടിയങ്ങൾ കർത്താവ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിട്ട് ദൈവത്തോടു കൂടി താഴ്മയോടും ദൈവവിശ്വാസത്തോടും ഭക്തിയോടും ജീവിപ്പാനും നന്മ പ്രവർത്തിപ്പാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അടിയങ്ങളെ ഇവിടുന്ന് സഹായിക്കുകയും അടിയങ്ങളുടെ ആത്മജീവിതം ദിനംതോറും ശക്തിപ്പെടുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അടിയങ്ങളോടും സഹായിക്കണം. ഈ പാഠം പഠിക്കുന്ന കേൾക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണം, അനുഗ്രഹിക്കണം. കർത്താവെ, ദൈവകുഞ്ഞുങ്ങളായി നിലനിൽപ്പാൻ തക്കവണ്ണം അവരെ അവിടുന്ന് ദിനംതോറും ഒരുക്കണം. കർത്താവ് എല്ലാ കുറവുകളെയും ക്ഷമിക്കണം. മാനവത കർത്താവെ അവിടുന്ന് എടുക്കണം. എല്ലാടിങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.